പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഒരു അഭ്യർത്ഥനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണം വേണം, പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് മോദിയുടെ ആവശ്യം. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും നിർദ്ദേശം. രാജ്യത്തിന്റെ വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി ഒഴിവാക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പും ഭരണം പിടിക്കലും അജണ്ടയാകുമ്പോൾ വരാനിരിക്കുന്നത് സാമ്പത്തിക ദുരന്തമെന്ന് കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें और भी लोगों को साथ बिठा ले। अगर हमें कहीं सामान भेजना हो तो कोशिश करनी है कि वह ज्यादा से ज्यादा रेलवे गुड्स के जो ट्रेन होती है रेलवे की सर्विसेज से भेजे, ताकि इलेक्ट्रिक रेलवे होने के कारण पेट्रोल डीजल की जरूरत नहीं पड़ती है. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തന്നെ രാജ്യത്തെ ജനങ്ങൾ ഇന്ധന ലഭ്യതയിലും വിലക്കയറ്റത്തിലുമൊക്കെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആവശ്യം, അതിൽ പല സൂചനകളുമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റോഷ്നി, വെരി ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത് രാജ്യത്ത് ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ട് എന്നതിൻ്റെ സൂചന തന്നെയായി വിലയിരുത്തേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി ഭാഗത്ത് വരുമ്പോൾ രാജ്യത്ത് ഇന്ധനം മറ്റു രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ട നടപടികൾ വേണം. അതായത് പെട്രോളും ഡീസലും അമിത ഉപയോഗം ഉണ്ടാകുന്നത് തടയണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിന് രത്ന ചുരുക്കം. പ്രധാനമായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന നിരവധി കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയതിന് സമാനമായ നിയന്ത്രണങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട്. കാരണം വലിയ പ്രതിസന്ധിയാണ്. ആ പശ്ചാത്തലത്തിൽ പരമാവധി കാറുകളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൊണ്ട് പൊതുഗതാഗത സംവിധാനങ്ങളെ ഉപയോഗിക്കണം കൂടുതലായി എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. മെട്രോകൾ, ട്രെയിനുകൾ, മറ്റ് ബസ്സുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം അടക്കമുള്ള കോവിഡ് കാലത്ത് നമ്മൾ ശീലങ്ങളാണ്, അതൊക്കെ വളർത്തേണ്ട സാഹചര്യം ഉണ്ട്. ഒപ്പം വീഡിയോ കോൺഫറൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം വിദേശ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം ഒരു വർഷത്തേക്കെങ്കിലും. ഇത്തരത്തിൽ വിദേശ യാത്രകളും സ്വർണം വാങ്ങുന്നതൊക്കെ വിദേശ നാണയ വിനിമയത്തെ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ തൽക്കാലം ഉപേക്ഷിക്കണം. പരമാവധി രാജ്യത്തെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത തേടണം എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നു. നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ഇന്ധന പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഹൈദരാബാദിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഭാഗത്ത് ഉണ്ടായത് ചില നിർദ്ദേശങ്ങളാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ട് എന്നതിൻ്റെ സൂചന കൂടി പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നു. പ്രധാനമായും കാർ പൂളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, കാറിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കാർ പൂളിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. രാജ്യത്തിന്റെ വിദേശനാണ്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ നടപടികൾ വേണം എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ദേശീയ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ പൗരന്മാർ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം പല ഘട്ടങ്ങളിൽ ഈ പ്രതിപക്ഷം ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും കോൺഗ്രസ് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിനെ വിമർശിക്കുന്നു. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു ധാരണയും ഇല്ല എന്നാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിസന്ധി സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട വിമർശനം, തെരഞ്ഞെടുപ്പും ഭരണം പിടിക്കലും അജണ്ട ആകുമ്പോൾ വരാനിരിക്കുന്നത് വലിയ സാമ്പത്തിക ദുരന്തമാണെന്നും കെ.സി. വേണുഗോപാൽ വിമർശനം ഉന്നയിക്കുന്നു. ഗ്യാസ് ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന ആവശ്യവും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്. എന്താണെങ്കിലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. റോഷ്നി, ശരി. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.